ഇത് ചാനലിൽ വരും. കാരണം ഇതിപ്പോൾ ഒരു വിവാദ വിഷയമാകും. ഒരു BLO ഫോം പരസ്യമായിട്ട് വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാർത്തയിൽ വരും. അപ്പോൾ നിങ്ങൾ 4-ാം തീയതി വന്നില്ല, 5-ാം തീയതി വന്നില്ല, 6-ാം തീയതി വന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ സുബഹിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അല്ല റസാഖ് മാഷേ, എൻ്റെ വീട്ടിൽ ഒരു BLO വന്നിട്ട് ഒരു ഫോമും കിട്ടിയില്ല, എവിടെ ഞങ്ങൾക്കില്ല ഫോം? എത്ര കോൾ വരും ഒരു ദിവസം? എണ്ണയാണെങ്കിൽ ഇപ്പോൾ 100-ലധികം കോളുകൾ വരും. 100-ലധികം കോൾ വരും ഒരു ദിവസം. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറും അതിൻ്റെ അടുത്ത നമ്പറും ഒക്കെ അടിച്ച് കയറ്റി പല വോട്ടുകളും എന്ത് ചെയ്തു, തൊട്ടടുത്ത കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബൂത്തുകളൊക്കെ വന്നു. ആളുകൾക്ക് BLOൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് കിട്ടണം, അപ്പോഴാണ് സമാധാനം. ഗ്രൂപ്പിലൊക്കെ മെസ്സേജോട് മെസ്സേജാണല്ലോ. ആ കാലത്തേക്ക് ഹീറോമാരായിരുന്നു BLOമാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ നടന്ന SIR പ്രോസസ്സ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഈ SIR കാലത്ത് നമ്മുടെ നാട്ടിലെ ഹീറോകളായിരുന്നു BLOമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ. അവരുടെ അനുഭവങ്ങളും അവരുടെ കഥകളും ആ കാലത്തുള്ള അവരുടെ ജീവിതവും വളരെ വ്യത്യസ്തമായിരുന്നു. SIR കാലത്തെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നമുക്കേറെ സുപരിചിതനായ 20 വർഷത്തോളമായി BLO ആയി മാസ്റ്റർ ട്രെയിനിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ അബ്ദുൾ റസാഖ് സാഹിബ്. അദ്ദേഹം പിസ്രയുടെ ശ്രോതാക്കൾക്ക് സുപരിചിതനാണ്. ഇന്നത്തെ സവിശേഷം പ്രോഗ്രാമിൽ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പീസ് റേഡിയോ സവിശേഷം പ്രത്യേക പ്രോഗ്രാമിലേക്ക്. റസാഖ, സ്വാഗതം. അങ്ങനെ SIR കഴിഞ്ഞു അല്ലേ? SIR കഴിഞ്ഞു. SIR പട്ടിക വെച്ചുള്ള ഇലക്ഷനും കഴിഞ്ഞു. പിന്നെ എന്ത് തോന്നണേ SIR കഴിഞ്ഞ് പട്ടികയൊക്കെ വന്ന് എന്താ തോന്നിയത് ആ ഒരു സമയത്ത്? SIR കഴിഞ്ഞ് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് സത്യത്തിൽ നമ്മളെ ഡ്യൂട്ടി വളരെ കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം. ഞാൻ തുടക്കത്തിൽ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞതാണ്, ഞാൻ ഇവിടെ അർഹതപ്പെട്ട ഒരാളും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വിട്ടൂല, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അർഹതയില്ലാത്ത ആരും വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല, അർഹതപ്പെട്ട ആരെയും വിട്ടൂല. അതുപോലെ തന്നെ നമുക്ക് പട്ടിക വളരെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ശരിക്കും അവിടെ കുറച്ച് സമയമാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് അല്ലേ? SIR കാലത്ത് ഒരു ദിനചര്യ എങ്ങനെയായിരുന്നു? രാവിലെ നേരത്തെ നയിച്ചിരുന്നോ, വൈകിയാണോ ചെയ്തിരുന്നത്? എന്തായിരുന്നു ഒരു ദിനചര്യ? SIR എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ സമയം കൃത്യമായിട്ട് തന്നെ വളരെ നേരത്തെ എണീക്കും. കാരണം ഉറക്കം കുറഞ്ഞു പോയ ഒരു കാലമാണ് SIR. നമുക്കിത് രാവിലെ എന്ത് ചെയ്യണം, രാവിലെ എന്തെല്ലാം കാര്യം ചെയ്യണം എന്നൊരു ചിന്ത കാരണം കിടന്ന ഉറക്കം വരില്ല. കിടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 1-2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം നല്ല ക്ലിയർ ആയിട്ട് പെട്ടെന്ന് ഉണർന്നു. പിന്നെ രാത്രി വൈകിയും 2 മണിക്കും 3 മണിക്കൊക്കെ ഞാനല്ല മറ്റ് BLOമാരൊക്കെ പറയുന്നു അവരൊക്കെ രാത്രി എണീറ്റാണ് കാര്യങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ BLOമാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. തീരെ ഉറക്കം തീരെ ഉണ്ടായിരുന്നില്ല. ഉറങ്ങണം തോന്നൂല. സാധാരണ നമുക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അത് ഉറങ്ങി തീർക്കണം എന്ന് തോന്നുമല്ലോ, അതും ഇല്ലാതെ പണി തീർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ. ശരിക്കും രാത്രി മൊത്തം ഒരു ടെക്നോളജി ബേസ്ഡ് ആണല്ലോ. അപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നം, സിസ്റ്റം സ്ലോ ആയ സെർവർ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിലേക്ക് ആളുകൾ കുറച്ചൊരു സൗകര്യമാണെന്ന് തോന്നുന്നില്ലേ ചെയ്യുമ്പോൾ? അതെ, ഒരേ സെർവറിൽ ഒരേ സൈറ്റിൽ 35,000-ഓളം ആളുകൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് പകൽ സമയത്ത് ഉണ്ടാവും. പക്ഷേ രാത്രി അത്ര തന്നെ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾ BLO ഒക്കെ പറഞ്ഞാൽ BLOമാർക്കുള്ള മാസ്റ്റർ ട്രെയിനി ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? മാസ്റ്റർ ട്രെയിനി എങ്ങനെയാണ് മാസ്റ്റർ ട്രെയിനി ആയത്? ഞാൻ ഇപ്പോൾ ഈ കണ്ട കാലമൊക്കെ ആയിട്ടും മാസ്റ്റർ ട്രെയിനി ആയിരുന്നില്ല. SIR പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്നൊരു ടെൻഷൻ കാരണം ഞാൻ ആദ്യം ചെയ്തത് ഈ BLO ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് എഴുതിയിട്ട് വില്ലേജ് ഓഫീസറിൽ കൊടുത്തു. വില്ലേജ് ഓഫീസറോട് പറഞ്ഞു, എനിക്കിങ്ങനെ ബാക്ക് പെയിനും മുട്ടുവേദനയുണ്ട്, ഫീൽഡ് വർക്ക് ചെയ്യാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരാൾ പോസ്റ്റ് ചെയ്യും, ഞാനിങ്ങനെ പിരിയാനായതുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലെറ്റർ 2 വർഷമുള്ളൂ. അപ്പോൾ മേലേക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ താലൂക്കിൽ നിന്ന് അറിയിപ്പ് കിട്ടി, ഇനിയിപ്പോൾ മേലെന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ അതിന് കലക്ടർ ഉത്തരവിറക്കി, ഇനി ഇപ്പോൾ നിലവിലുള്ള ഒരു BLOയും മാറ്റി കൊടുക്കേണ്ടതാണ്. SIR കഴിഞ്ഞിട്ടേ അന്ന് രാത്രി തന്നെ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ കലക്ടറേറ്റിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിലൊന്ന് പങ്കെടുക്കണം, നിങ്ങളടുത്ത് പഴയ ആളാണല്ലോ, അപ്പോൾ നിങ്ങളാണ് വില്ലേജിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ലേ, നിങ്ങളവിടെ നിന്ന് പങ്കെടുത്തിട്ട് മറ്റ് BLOമാർക്ക് SIRമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിന് പങ്കെടുത്ത് കലക്ടറേറ്റ് പോയി പങ്കെടുത്തു, ഒരു ബാച്ച് ട്രെയിനിങ് കൊടുത്തു ചെയ്തത്. അപ്പോൾ അങ്ങനെ ആരും പറയാതെ അങ്ങോട്ട്. അതെ, നിങ്ങൾ 20 വർഷത്തോളമായി അന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ ആളുകൾക്ക്, ഈവൻ വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും അവിടുത്തെ സൂപ്പർവൈസർമാർക്കാണെങ്കിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടവർക്ക് അവർക്കൊക്കെ എല്ലാത്തിനൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സ് എന്താണ് അല്ലേ? അത് ഉപകാരപ്പെടണോ 20 വർഷത്തെ അനുഭവങ്ങൾ അല്ലേ?
അതുകൊണ്ടായിരിക്കാം താങ്കളെ ട്രെയിനിങ് ആക്കി. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ഇതേപോലെ കഴിയില്ല എന്ന് തോന്നി ഞാൻ കൊടുക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പഴയ ആൾ നിലനിൽക്ക് എന്ത് ചെയ്യും, നിങ്ങൾ തൽക്കാലം അവിടെ നിൽക്കും, അത്ര പ്രയാസമുള്ള പണിയൊന്നും വരില്ല, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് SIR മാത്രമല്ല, ഇതുപോലെ ഫീൽഡ് വർക്ക് നമ്മൾ ഇതിനു മുമ്പ് 2010-ലും 2012-ലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫീൽഡിൽ മൊത്തം വീട് കയറി ഇറങ്ങുന്ന പരിപാടികൾ പലതും ഇലക്ഷൻ വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയൊരു വിഷയമാണ്. കാരണം ജനങ്ങളെ മൊത്തം മുള്ളുമലയിൽ നിർത്തിയൊരു പരിപാടിയാണ്. കാരണം ശരിക്ക് മീഡിയകൾ അപ്പം ജനങ്ങളിലേക്ക് ഇവർ എത്തിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ കമ്മീഷൻ തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന അവസ്ഥ ഉണ്ടായി. അത് ആദ്യം ഫോം കൊടുക്കാൻ പറയും, പിന്നെ ആദ്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞു, പിന്നെ കൊടുക്കാൻ പറഞ്ഞു, പിന്നെ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല, കുറേ വിഷയങ്ങളുണ്ടല്ലോ അല്ലേ. അത് നല്ല ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. തീർച്ചയായിട്ടും ഏറ്റവും ഒരു പ്രയാസം പ്രയാസം എന്ന് വെച്ചാൽ സത്യത്തിൽ സ്പെഷ്യൽ സമ്മറി റിവിഷനാണ് സാധാരണ എല്ലാ വർഷവും ഉണ്ടാകില്ല. SSR അതെല്ലാ വർഷവും നവംബർ-ഡിസംബർ മാസങ്ങളിൽ ഉണ്ടാകും. എല്ലാ വർഷവും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ജനുവരിയിൽ എല്ലാ വർഷവും പട്ടിക പ്രസിദ്ധീകരിക്കും. പക്ഷേ ഇത് SIR ആണ്, സ്പെഷ്യൽ തീവ്ര പരിഷ്കരണമാണ് നടന്നത്. ഈ സമയത്ത് പിന്നെ താമസമില്ലാത്ത ആളുകളെ വെട്ടണം എന്നാണ് രണ്ടും. SIR ആണെങ്കിലും SSR ആണെങ്കിലും താമസമില്ലാത്തവരും മരിച്ചവരെയും വെട്ടി പട്ടിക ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ ട്രെയിനിങ്ങിന് ഞങ്ങളോട് പറഞ്ഞത് ഒരിക്കലും ഒരു കാരണവശാലും താമസമില്ലാത്തവർക്ക് കൊടുക്കണ്ട. അതാണ് ഒരു ശരി. പിന്നെ താമസമില്ലാത്ത വീട് പിന്നെ മാറി തൊട്ടടുത്ത ജില്ലയിലോ തൊട്ടടുത്ത പഞ്ചായത്തിലോ താമസമുള്ള ആളുകൾ കല്യാണം കഴിഞ്ഞ് പോയി, ഞങ്ങൾ പാലക്കാട് ജില്ലയാണ്, അപ്പോൾ പാലക്കാട് ജില്ലയിൽ കല്യാണം കഴിഞ്ഞ് പോയ ആൾക്കാർ കൊടുക്കണ്ടെന്ന് തന്നെയാണ് തീരുമാനം. ആ ഉറച്ച തീരുമാനം ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അത് വന്നപ്പോൾ ജനങ്ങൾ പേടിച്ചു. കാരണം ഈ ഫോം കിട്ടിയിട്ടില്ലെങ്കിൽ അതുവരെ വോട്ടർ പട്ടികയിൽ പേര് പൊട്ടും, പിന്നെ ചേർക്കാൻ കഴിയില്ല, ഇവരെ ഓരോരുത്തർ നഷ്ടപ്പെടും എന്നൊക്കെ ജനങ്ങളെ പേടിച്ചു. ജനങ്ങൾ പേടിച്ചപ്പോൾ പാർട്ടിക്കാരും പിന്നെ അതേപോലെ ഈ പൊതുജനങ്ങളൊക്കെ വന്ന് പല BLOമാരെയും പിന്നെ പ്രസ് ചെയ്ത് ഞങ്ങൾക്ക് ഫോം വേണം, കിട്ടിയേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇതൊരു വലിയ വിഷയമായപ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിന് രാഷ്ട്രീയക്കാരും പിന്നെ ഒക്കെ ഇത് ഏറ്റെടുത്തു. അങ്ങനെ മലപ്പുറം ജില്ലയിലെ ജില്ലാ കലക്ടറിനെ പിന്നെ പ്രഖ്യാപിച്ചു. അത് കലക്ടർ ഒരു വീഡിയോ ക്ലിപ്പ് വന്നിരുന്നു. എവിടെയാണോ ഇപ്പോൾ താമസം അവിടെ SIR ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുക. പിന്നെ എവിടുന്നാണോ ഫോം കിട്ടുന്നത് കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾ താമസമുള്ള സ്ഥലത്തേക്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫോം 8 കൊടുത്ത് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം വരുത്തി. അത് മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടമാനം പിന്നെ ഭീഷണികൾ BLOമാർക്ക് ഉണ്ടാകുമായിരുന്നു. കാരണം ജനങ്ങൾ വന്നിട്ട് രാത്രിയൊക്കെ വന്ന് BLOമാരെ ഭീഷണിപ്പെടുത്തി ഫോം പിടിച്ച പിടിയാലെ കൊണ്ടുപോകും. ഒരു വ്യക്തിക്ക് 2 ഫോം അല്ലേ? അതെ, 2 ഫോം. അപ്പോൾ ഒരു 1500 ആളുണ്ടാവും നിങ്ങളെ ബൂത്തിൽ. എനിക്ക് 1475 ഓരോന്നിലും ഒപ്പിടണം. അതെ, 2500 ഒപ്പിടണം. ഞാൻ ആദ്യത്തെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഒപ്പിടാൻ തന്നെ കണ്ടമാനം ടൈം വരും, കുറച്ചൊരു വലിപ്പമാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ സീലുണ്ടാക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് ഞാൻ എൻ്റെ ഒരു പിന്നെ ഒപ്പ് വിട്ടുകൊടുത്തു. അതിനോട് പറഞ്ഞ് ഞാനിങ്ങനെ പിന്നെ ഫീൽഡിലാണ്, അപ്പോൾ എനിക്ക് രാത്രി ആകുമ്പോഴത്തേന് സീല് വേണം. കാരണം ഒരു 1400, 1400, 2800 ഒപ്പിടണം. അപ്പോൾ അതിനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവൻ ഇതിലൊരു സീല് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ സീല് കുത്തിയിട്ട് കൊടുക്കാൻ തുടങ്ങി. കാരണം അത്രയും കൂടുതൽ ഒപ്പുകൾ, കാരണം അവരെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ 5 ആളുണ്ടെങ്കിൽ 10 ഒപ്പിടണം. അത് കുറേ ടൈം പോകും. അപ്പോൾ അത് വളരെ എളുപ്പമായി പറഞ്ഞേക്കാം. ഒപ്പിട്ട് ഇങ്ങനെ കുറേ ഒപ്പിടുമ്പോൾ മാറിപ്പോകും. ഉപ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് ഇട്ടാൽ തന്നെ ഉപ്പ് മാറും. അപ്പം നല്ല ശരിക്ക് ഉപ്പൊക്കെ സീൽ തന്നെയാണ്. അത് നല്ല ഇതായി തോന്നി. പിന്നെ ശരിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട ഇത് ലിങ്ക് ചെയ്ത് പ്രശ്നമാണ്, പൗരത്വം നഷ്ടപ്പെടുന്നൊക്കെയുള്ളൊരു പിന്നെ പ്രചരണം വന്നിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് കുറച്ച് അവയർനെസ് ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ വിലയിരുത്തൽ? അത് ജനങ്ങൾ തയ്യാറായിരുന്നു. പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയും സാധാ മീഡിയകളും സോഷ്യൽ മീഡിയയിലും വോയിസ് ക്ലിപ്പുകളും പലവിധ പ്രചരണങ്ങളും ചിലതൊക്കെ കുപ്രചരണമായിരുന്നു. പക്ഷേ എന്തായാലും നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർ SIRനെ കുറിച്ച് പൂർണ്ണമായ ബോധത്തോടെ റെഡി ആയിരിക്കുകയാണ്. എവിടെയാണോ 2002 പാലക്കാടാണ്, ഈ പാലക്കാട്, തിരുവനന്തപുരം ഇവിടുന്ന് കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർ പൂരിപ്പിക്കാൻ റെഡി ആയിട്ട് നിൽക്കായിരിക്കും. അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് BLOമാർ കണ്ടെത്തി കൊടുക്കണം എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് പിന്നെ പാർട്ടിക്കാർ കണ്ടെത്താനോ, പല പാർട്ടിക്കാരും പറയും അതൊക്കെ BLOമാരുടെ പണിയാണ്, ഞങ്ങൾ ചെയ്യേണ്ടതില്ല. പാർട്ടിക്കാരല്ല, ചില ആളുകൾ ചില ഏരിയയിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ജനങ്ങളെന്തായാലും നമ്മളൊരു 90% ആളുകളും ഈ കാര്യത്തിൽ നല്ല ഒരു ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പണി കുറേ കുറഞ്ഞു. പിന്നെ നമുക്ക് ഈ കണ്ടെത്തേണ്ട കേസുകൾ കുറേ വന്നിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമ്മൾ ആപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തി എല്ലാവർക്കും പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരും ഏൽപ്പിക്കും. പിന്നെ ഒരു എത്ര കോൾ വന്നിരുന്നു? ഫോൺ കോൾ വരില്ലേ? എത്ര കോൾ വരും ഒരു ദിവസം? ഒരു ദിവസം
എണ്ണയാണെങ്കിൽ ഇപ്പോൾ 100-ലധികം കോളുകൾ വരും. 100-ലധികം കോൾ വരും ഒരു ദിവസം. അതെന്തായാലും ഫോണിന് ഒഴിവില്ല. നമ്മളൊരു 3 പ്രാവശ്യം റീചാർജ് ചെയ്താൽ പോലും തികയാത്ത അത്രയും പിന്നെ ഫോണ് ഞാൻ സാധാ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോണ് വൈകുന്നേരം വരെ വീഡിയോ നെറ്റൊന്നും ഉപയോഗിക്കണമെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് 2 ദിവസം ഉപയോഗിച്ചാലും തീരാത്ത ചാർജ് 3 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരികയാണ്. 100-200 കോൾ. പിന്നെ ഞാൻ ചെയ്തത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആദ്യം തന്നെ SAR പ്രഖ്യാപിച്ച ഉടനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. നാട്ടുകാരെ മൊത്തം, എൻ്റെ ബൂത്തിലല്ല, മൊത്തം ആ പരിസരത്തിലെ ആളുകളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അതിൽ ആഡ് ചെയ്തു. അതിൽ ഞാനിങ്ങനെ പിന്നെ വിവരങ്ങൾ കൊടുക്കും. അപ്പോൾ എല്ലാവരും അറിയാം എൻ്റെ ഗ്രൂപ്പാണ്, അപ്പോൾ ഇന്ന് വിവരങ്ങൾ കിട്ടും എന്നുള്ളതൊക്കെ വിവരങ്ങൾ ഓരോന്നിലും കൊടുക്കും. പിന്നെ ഞാൻ പ്രത്യേകം എല്ലാവരോടും പറഞ്ഞതാണ്, യാതൊരു കാരണവശാലും നിങ്ങൾ BLOമാർക്ക് കോൾ ചെയ്യേണ്ട. BLOമാർ നിങ്ങൾക്കായും ടെൻഷനിലാണ് ഈ വിഷയത്തിൽ. ഇത് തീർക്കണം എന്നുള്ളൊരു ടെൻഷനിലാണ്. അത് കോൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു പിന്നെ ടെക്സ്റ്റോ ഇട്ടാൽ മറുപടി കൃത്യമായിട്ട് മറുപടി. നല്ലൊരു നീക്കായതുണ്ടോ വാട്സപ്പ്? അത് മാത്രമല്ല, ഞാൻ എൻ്റെ വരുന്ന കോളുകൾ കഴിയുന്നൊക്കെ എടുക്കും. പിന്നെ അതേ വന്ന് എല്ലാ വോയിസ് മെസ്സേജിനും ടെക്സ്റ്റ് മെസ്സേജിനും മറുപടി കൊടുക്കും. അത് രാത്രി ചിലപ്പോൾ 1 മണിക്കൂർ ഇരുന്നിട്ടാണെങ്കിലും ഓരോ മെസ്സേജിനും ആൾക്കാർക്ക് മറുപടി കൊടുക്കും. അപ്പോൾ എന്നോട് ചോദിച്ചാലേ മറുപടി കിട്ടും എന്ന പ്രതീക്ഷയിൽ ആളുകൾ എന്ത് ചെയ്യും, പിന്നെ നമ്മളെ ഒഴിവിനനുസരിച്ച് നിങ്ങൾ മറുപടി പറയും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറുപടി കൊടുക്കും. ആളുകളെ ഭയങ്കര പാനിക്കായിരുന്നു തുടക്കത്തിലൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം ഉണ്ടെന്ന് പറഞ്ഞാലും തുടങ്ങപ്പോൾ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഫോം കിട്ടിയില്ല, ഫോം ഇല്ല, വിളിച്ചിട്ട് BLO ഫോൺ എടുക്കുന്നില്ല അല്ലേ, അങ്ങനത്തെ ആളുകൾ അങ്ങനെ പ്രഷർ ചെയ്ത് പ്രയാസപ്പെടുത്താനുണ്ടോ? ഇത് 4-ാം തീയതി തുടങ്ങി, നവംബർ 4-ന് തുടങ്ങി. അപ്പോൾ ഇന്നും വരുന്ന എല്ലാവരും കരുതിയിരിക്കണം. 4-ാം തീയതി ഇന്ന് BLO വരും എന്ന് വിചാരിച്ചു. 4-ാം തീയതി വന്നില്ല, 5-ാം തീയതി വന്നില്ല, 6-ാം തീയതി വന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ടത്? ഒരു 3-ാം ദിവസം. അവൻ എന്നോട് ചോദിച്ചു, അല്ല റസാഖ് മാഷേ, എൻ്റെ വീട്ടിൽ ഒരു BLO വന്നിട്ട് ഒരു ഫോമും കിട്ടിയില്ല, എവിടെ ഞങ്ങൾക്കില്ല ഫോം വെച്ചു. ഞാൻ പറഞ്ഞു, മാഷേ നിങ്ങളങ്ങനെ പറയല്ലേ, നിങ്ങൾ സർവീസിന് പിന്നെ വിരമിച്ച ആളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. BLO ഒരു മനുഷ്യനല്ലേ. ഇപ്പം എൻ്റെ കയ്യിൽ 1400 ആൾക്കാർക്കില്ല ഫോമുണ്ട്. ഞാനത് 3 ദിവസം കൂടി കൊടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഒരു മാസം ഇപ്പം ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ടൈം വന്നിട്ടുണ്ട്. ആ ഒരു മാസം ഞങ്ങൾ ഈ പണി തന്നെ എടുക്കും. ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ഞങ്ങളൊരു പ്രത്യേകം നിങ്ങൾ BLOമാർക്ക് വിളിക്കണ്ട, നിങ്ങൾ BLOക്കും വിളിക്കണ്ട. മൂപ്പരെ BLO ഞാനല്ല, വേറൊരാളാണ്. അപ്പോൾ നിങ്ങൾ ആർക്കും വിളിക്കണ്ട, നിങ്ങളെ ഫോം നിങ്ങളെ തിരഞ്ഞു കൊടുന്ന് തരും. അത് BLOൻ്റെ പണിയാണ്. ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം വന്നാലും വേണ്ടില്ല, ഞങ്ങളെ വീട്ടിൽ ഫോം എത്തിച്ചു തരും. എത്തിച്ചു തരൽ BLOൻ്റെ പണിയാണ്. അങ്ങനെ അതൊക്കെ ബോധ്യമായി. പക്ഷെ അത് ജനങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ പിന്നെ ഇത് കിട്ടാത്തൊരു കിട്ടിയിട്ടില്ലെങ്കിലോ എന്നില്ല ഒരു ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ഇതുണ്ടായിരുന്നല്ലോ. അതിൽ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാത്തു നിൽക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. പൊതുവേ ഈ വിഷയത്തിൽ പല പറഞ്ഞേക്കാം, വീട്ടിൽ കയറി വരുന്ന പ്രശ്നം, അങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വീട്ടിൽ പിന്നെ ഈ ഫോം വാങ്ങുന്ന സമയത്താണ്, ഫോം വാങ്ങി കഴിഞ്ഞ് നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ക്ലിയർ ഇല്ലാത്ത പ്രശ്നമുണ്ട്. ആ സമയത്ത് ഞാൻ അന്ന് കുറച്ച് നമ്മൾ തിരക്ക് കഴിഞ്ഞ സമയമാണ്. ഞാൻ 1-2 കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ, ഇങ്ങനെ 2-3 പരിപാടികളുണ്ട്, എല്ലാം കഴിഞ്ഞ് ഞാൻ എത്താൻ വൈകുന്നതാണ്. അയാൾ രാവിലെ ഒന്ന് പോയി, കുറച്ച് കഴിഞ്ഞ് അയാൾ അവിടെ പരിസരത്തിന് നിന്നിട്ടുണ്ട്. പിന്നെ അയാളൊരു ഉച്ചയാകുമ്പോൾ വീണ്ടും ഞാൻ ഭക്ഷണത്തിന് എത്തിയിട്ടുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഉച്ച സമയത്ത് വീണ്ടും അയാളവിടെ വന്നു. പിന്നെ ഒരു അസറാകുമ്പോൾ ഞാൻ 4 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്ന വന്നു. രാത്രി 9 മണിക്ക് ഞാൻ വണ്ടി എൻ്റെ വീട്ടിൽ കയറുമ്പോൾ അയാൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പോയില്ലേ, നിങ്ങൾ രാവിലെ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചിരുന്നത് നിങ്ങളല്ലേ? അതെ, ഞാൻ നിങ്ങളൊന്ന് കാണണം, നിങ്ങളെ കണ്ടിട്ട് പോയാൽ മതി വിചാരിച്ചു. ഞങ്ങളത് എല്ലാവരും ക്ലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ആ കാലത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ആളുകൾക്ക് BLOൻ്റെ കയ്യിൽ നിന്ന് ഉറപ്പ് കിട്ടണം, അപ്പോഴാണ് സമാധാനമാണ്. ഗ്രൂപ്പിലൊക്കെ മെസ്സേജോട് മെസ്സേജാണല്ലോ. ആ കാലത്തേക്ക് ഹീറോമാരായിരുന്നു BLOമാർ. നിങ്ങൾക്ക് നല്ല വാല്യൂ ആയിരുന്നു. ഇപ്പം ഇല്ലാന്നല്ല, മൊത്തത്തിൽ ആളുകൾക്ക് പിന്നെ BLOമാരൊക്കെ എന്നൊരു മറുപടി കിട്ടിയാൽ, BLO പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ കേൾക്കാനുള്ളൊരു പിന്നെ താല്പര്യം ആളുകൾ കാണിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യം തോന്നി. ട്രെയിനിങ് കിട്ടിയിരുന്നില്ല ശരിക്കും ഈ വിഷയത്തിൽ? BLOൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് എന്തൊക്കെ വിധത്തിലാണ് നടത്തുക എന്നുള്ളത് കേരള ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് ബോധമല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം SAR ഒക്ടോബറിൽ പ്രഖ്യാപിച്ചു നവംബർ 4-ന് തുടങ്ങണം എന്ന് പറഞ്ഞു. നവംബർ 4-ന് മുമ്പ് ഒക്ടോബർ 28-29 ഞങ്ങൾക്ക് ഒരു 1 ഡേ ട്രെയിനിങ് ഉണ്ട്. 1 ഡേ ട്രെയിനിങ് ആദ്യമായിട്ടാണ് അങ്ങനെ ട്രെയിനിങ് തരുന്നത്. സാധാരണ 1 മണിക്കൂർ ആണ് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടൽ. BLO ട്രെയിനിങ് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ SIR ഉണ്ടാകുമ്പോൾ SSR ഉണ്ടാകുന്ന സമയത്തൊക്കെ 1 മണിക്കൂർ ഉണ്ടാവില്ല. ഇത് രാവിലെ 10 മണിൻ്റെ മുമ്പ് എല്ലാവരും എത്തണം. 5 മണി വരെ ട്രെയിനിങ് ഉണ്ട്. ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ SIRമായി ബന്ധപ്പെട്ട എല്ലാ സംശയവും തന്നു എന്നാണ് നമ്മളെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ കരുതിയത്. സത്യത്തിൽ അന്ന് പറഞ്ഞത്, നമുക്ക് വിതരണം ചെയ്യുന്ന ഫോം വിതരണം ചെയ്യുന്ന ഒരാൾക്ക് 2 ഫോം ഉണ്ടാവും. ആ ഫോമിൽ ഇങ്ങനെ പൂരിപ്പിക്കണം, താഴെ ഭാഗത്ത് ഇങ്ങനെ പൂരിപ്പിക്കണം ഒക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, നിങ്ങളൊരു ആപ്പിലാണ് ഇത് ചെയ്യുന്നത്, ആപ്പ്
പിന്നെ നമ്മളെ BLO ആപ്പ് തന്നെയാണ്, അതിലൊരു അപ്ഡേഷൻ വരും. അപ്ഡേഷൻ വന്നിട്ട് നിങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലത്തെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ആ ആളെ പേരിൻ്റെ അവിടെ പിന്നെ ചുവപ്പ് കളറിലത് നീലയാവും. പിന്നെ തിരിച്ച് തരുമ്പോൾ ഒന്നും കൂടി സ്കാൻ ചെയ്താൽ പച്ച കളറാവും. അപ്പോൾ ഫോറം തിരിച്ച് വാങ്ങി എല്ലാവരും കരട് പട്ടികയിലുണ്ടാവും. ഇതാണ് പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ. ഫോറം കൊടുക്കുക, ആളുകൾ പൂരിപ്പിച്ച് തിരിച്ച് തരിക. തിരിച്ച് തരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്താൽ, കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്ത പോലെ തിരിച്ച് വരുമ്പോൾ സ്കാൻ ചെയ്താൽ പട്ടികയിൽ വോട്ടുണ്ടാവും. ഇതായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് അന്നത്തെ ക്ലാസ് അതോടെ തീർന്നു. ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ ക്ലാസ് തീർന്നു. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വിതരണമൊക്കെ അങ്ങനെ തുടങ്ങി, ആളുകൾ തിരിച്ചു തരാൻ തുടങ്ങിയപ്പോൾ തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. തിരിച്ചു വാങ്ങാൻ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, ചില ആളുകൾക്ക് മാത്രം. അത് 2002 വോട്ട് ഇതേ എപ്പിക് നമ്പറിൽ വോട്ടില്ല ആളുകൾ മാത്രം കാണുന്നുണ്ട്, മറ്റേ ആൾക്കാരൊന്നും കാണില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നമ്മുടെ പിന്നെ മേലുദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷൻ വരുന്നില്ല. അപ്പോൾ അയാൾ മേലേക്ക് ചോദിച്ചു, മേലെന്നൊരു മറുപടി കിട്ടി. ആ മറുപടി ഇതായിരുന്നു: നിങ്ങളിപ്പോൾ വിതരണത്തിൻ്റെ സമയമാണ്, വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തിരിച്ചു വാങ്ങാനാവുമ്പോൾ അതിന് ഓപ്ഷൻ വരുന്നതാണ്. പക്ഷേ പിന്നെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു, തിരിച്ചു വാങ്ങാൻ ഓപ്ഷൻ വരുന്നില്ല. ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച വന്നു, ഇതെങ്ങനെ തിരിച്ചു വാങ്ങാൻ എങ്ങനെ സ്കാൻ ചെയ്യുക എന്നൊക്കെ. ആ സമയത്താണ് ഇതിൽ അപ്ഡേഷൻ, ഓരോ ദിവസം അപ്ഡേഷൻ വരും ആപ്പ് ഓരോ ദിവസം. ആപ്പ് ചില ഒരു ദിവസം തന്നെ 2 അപ്ഡേഷനൊക്കെ വരും. അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ അപ്പോൾ അപ്ഡേഷൻ വന്നപ്പോൾ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നാണ് വന്നത്. സ്കാൻ പിന്നെ നമ്മൾ തിരിച്ച് വാങ്ങാനല്ല, ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഫില്ല് തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിലാണ് സംഭവം. ഈ തന്ന ഫോമിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഫില്ല് ചെയ്യണം. ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അല്ലേ? പിന്നീടാണ് കേരളത്തിൽ അറിയില്ല, ഇത് ബീഹാറിൽ നടന്നതാണ്. ബീഹാറിൽ ഇല്ലവർക്ക് അറിയും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ബീഹാറിൽ നിന്ന് വന്ന ഒരാളുണ്ടെന്ന് തൊട്ട് ഏതെങ്കിലും പിന്നെ ISR ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സംഭവം അറിയാം. പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് എന്താണ് ഇനി വരില്ല. ഇതിന് ശേഷം വന്ന ഓരോ അപ്ഡേഷനുകളും എന്താണ് ചെയ്യാന്നറിയില്ല. അപ്പോൾ ഇത് ഗ്രൂപ്പിൽ ചർച്ചയായി, ഇതിനൊക്കെ ട്രെയിനിങ് തന്നിട്ടില്ല, ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോട് പറയും, എന്ത് ചെയ്യും, നമ്മൾ മേലുദ്യോഗസ്ഥന്മാർ വിളിച്ച് പറയും. എല്ലാ വില്ലേജിലും ഓരോളം 2 ആളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ മാസ്റ്റർ ട്രെയിനിങ് ആക്കി വെച്ചിട്ടുണ്ട്. അവരോട് പറയും, നിങ്ങളിത് ചെയ്ത് നോക്കി, ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രയാസം ഉണ്ടെന്ന് നോക്കി, ആ പ്രയാസങ്ങളെ കണ്ടെത്തിയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മേലൊക്കെ റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത പോലെ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യും. മറ്റ് BLOമാരെ നമുക്ക് വിളിക്കും. BLOമാരെ കൊണ്ട് ആണ് ആപ്പ് കൈകാര്യം ചെയ്യണത് നമ്മളേ ഉള്ളൂ. ഈ പിന്നെ മേലുദ്യോഗസ്ഥന്മാർക്ക് ആപ്പ് തുറക്കാൻ കഴിയില്ല. ആപ്പ് തുറക്കാൻ BLO ലോഗിങ്ങിൽ മാത്രമേ, ഈ BLO ആപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ BLOക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പിൽ എന്തെല്ലാം പ്രയാസം ഉണ്ടെന്നില്ല അറിയണമെന്നുണ്ടെങ്കിൽ BLOക്ക് മാത്രമേ അറിയുള്ളൂ. ആ BLOമാർ ഇത് കണ്ടെത്തി പഠിച്ച്, പൊതുവേ അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈലിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ. പക്ഷേ അത് കറക്റ്റാണ്. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട പ്രോസസ് ആകുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് എന്ത് ചെയ്യാമെന്നും തുടക്കത്തിലൊരു പിന്നെ SOP ഉണ്ടാക്കി അതനുസരിച്ച് പോകേണ്ടതായിരുന്നു. അത് അങ്ങനെയല്ല, ഓരോ സാഹചര്യം അനുസരിച്ച്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു മാസത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു മാസം ലീവ് വന്നത്. ആ ഒരു മാസം കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യം, ഒരു മാസത്തെ ലീവ് തന്നപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു മാസം തന്നിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ പണി ഉണ്ടാവും. കാരണം സാധാരണ ഒരു പിന്നെ ഇലക്ഷന് സ്ലിപ്പ് വിതരണം ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ലീവ്സ് എത്രയാണ്? 1200 വോട്ടർമാർ വീടുകളിൽ സ്ലിപ്പ് വിതരണം ചെയ്യാൻ 31-ാം തീയതി സ്ലിപ്പ് കയ്യിൽ കിട്ടി, 4-ാം തീയതി വിതരണം തീർത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. 31 അടക്കം പിന്നെ 5 ദിവസം കിട്ടി. അതിലിടയിൽ ഒരു ദിവസം വീട്ടിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെയും അവരെ വോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ആകെ കിട്ടിയത് 1400 വോട്ട് സ്ലിപ്പ് വിതരണം ചെയ്യാനും 3 ദിവസമാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ എത്ര എടുക്കുകയാണെങ്കിൽ ശരിക്കും മുഴുവൻ കൃത്യമായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച കൊടുത്താൽ. അതേപോലെ ഇതിന് ഒരു 3 മാസം ചെയ്യേണ്ട പണിക്കാണ് 1 മാസം ലീവ് വന്നത്. 1 മാസം തന്നപ്പോഴേ നമ്മൾ അത്രയും പണിയുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പിന്നെ അവരെന്ത് ചെയ്തു, തീരൂലെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഏകദേശം 4 മാസം 10 ദിവസമൊക്കെ ഞങ്ങൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ട്. അവസാന സമയത്ത് കുറച്ച് ലോഡ് കുറവായിരുന്നു, പക്ഷേ പണി ഉണ്ടായിരുന്നു. പിന്നെ ഇത് തിരിച്ചു വാങ്ങണമല്ലോ, ഈ ഫോമുകളൊക്കെ കൊടുത്തു, നിങ്ങൾ തിരിച്ച് നിങ്ങളെ തന്നെ നേരിട്ട് വാങ്ങണമെന്നായിരുന്നു നിർദ്ദേശം അല്ലേ? എല്ലാം നേരിട്ട് തന്നെ വാങ്ങി. നമ്മൾ ക്യാമ്പുകൾ വെച്ചിട്ടും വീടുകളിൽ കയറി ഇറങ്ങിയിട്ടും വാങ്ങി, എല്ലാം വാങ്ങി. പക്ഷേ വീട് കയറി ഇറങ്ങുന്ന സമയത്ത് പല സ്ഥലത്തും വീടുകളിലും പൂരിപ്പിക്കാത്ത പ്രശ്നമൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കുറച്ചൊക്കെ പൂരിപ്പിക്കാനൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഒരേ ഏരിയയിൽ ഇരുന്നിട്ട് പൂരിപ്പിക്കും, അവിടെ നമ്മൾ തിരിച്ചു വാങ്ങും, ഒന്നിച്ച് ചെയ്തു. അപ്പം നമ്മൾ ഇത് ഈ പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങിയതിന് ശേഷം ആണ് പിന്നെ ഈ ഹിയറിംഗ് ഉണ്ടാവും, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം, കുറേ ഇഷ്യൂസ് വന്നു. അത് തിരിച്ചു വാങ്ങുമ്പോൾ 2002 വോട്ടറുടെ മകനോ പേരമകനോ ആണെങ്കിൽ അവർക്ക് ഹിയറിംഗ് ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ 2002 വോട്ടില്ലാത്തവർക്ക് ഹിയറിംഗ് വരും എന്നായിരുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ 2002 അവർക്കില്ല, അവരൊപ്പാക്കില്ല, വല്ലിപ്പാക്കില്ല, അങ്ങനത്തെ ആളുകൾക്ക് ഹിയറിംഗ് വരും. അവർ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ 12 രേഖകളിൽ ഒരു രേഖ ഹാജരാക്കിയാൽ അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നും മാറ്റം വന്നു. അവർക്ക് ഹിയറിംഗ് നമ്മൾ കൊടുത്തു.
അവർക്ക് ഹിയറിംഗ് കൊടുത്തു, അവരവർ രേഖമായി വില്ലേജിൽ ചെന്ന് ഹിയറിംഗ് നടത്തി അവരെ പട്ടികയിൽ നിലനിർത്തി. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ വീണ്ടും കുറേ ആളുകൾ കണ്ടെത്തി, കമ്പ്യൂട്ടറാണ് കണ്ടെത്തിയത്. കാരണം 2002 വോട്ടർ പട്ടിക ഉണ്ടാക്കിയ അന്ന് കമ്പ്യൂട്ടറും പിന്നെ സോഫ്റ്റ്വെയറും ഒന്നുമില്ല, അന്ന് മാനുവലായിട്ടാണ് വോട്ടർ പട്ടിക. അന്ന് SIR നടത്തിയത് ഞാൻ അന്വേഷിച്ച ഒരാൾ പറഞ്ഞത് വീടുകളിൽ ചെല്ലുക, ഇവിടെ എത്ര ആളുണ്ട് വീട്ടിൽ, അപ്പോൾ എത്ര ആളുണ്ട്, വോട്ടിൽ 18 വയസ്സിൽ എത്ര ആളുണ്ട്, മരിച്ചോലെ പേര് വെട്ടുക, പിന്നെ പുതിയ ആൾക്കാരെ ചേർക്കുക, അങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു പട്ടികയാണ് 2002 പട്ടിക. അത് ഒരു സിസ്റ്റത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ്, ആ പട്ടിക വെച്ചിട്ടാണ് നമ്മൾ SIR നടത്തിയത്. അതിൽ ധാരാളം തെറ്റുകളുണ്ട്. 2002 പട്ടികയിൽ പേരിൽ സ്പെല്ലിങ് തെറ്റ് കണ്ടമാനമുണ്ട്, എല്ലാവരുടെ പേരും തെറ്റാണ്. പല പേരിൻ്റെ കാര്യത്തിൽ വിവാദമൊക്കെ ആയിരുന്നു. ഇപ്പോൾ മുഹമ്മദിന് D അല്ല, മുഹമ്മദിന് MUHAMMATH മുഹമ്മദ് എന്നായിരുന്നു, മുഴുവൻ മുഹമ്മദിനും അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് കമ്പ്യൂട്ടർ പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മലയാളത്തിന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമ്മൾ ഗൂഗിളിലൊന്ന് ഇട്ട് നോക്കിയിട്ട് ട്രാൻസ്ലേറ്റ് നോക്കിയിട്ട് അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ വന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്തു, ഹിയറിംഗ് നോട്ടീസ് വന്നു. വീണ്ടും ഹിയറിംഗ് അല്ല, ആദ്യം വന്നത് അവരോട് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഫാദർ നെയിം ഡസ് നോട്ട് മാച്ച്, അതിലൊന്ന് വന്നതാണ്. അപ്പോൾ 2002 ഫാദർ നെയിമും നിലവിൽ ഇയാൾ 2005 ഫാദർ നെയിമും മാച്ച് അല്ലാത്തത്. രണ്ടാമത്തെ ഒരാൾക്ക് 5-ലധികം മക്കളുണ്ട്. അപ്പോൾ 5-ലധികം മക്കൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. 10 മക്കളിലെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരു തെറ്റായിട്ട് വന്നു. അങ്ങനെ ഒരു 3-4 ഐറ്റം തെറ്റുകൾ കണ്ടെത്തി. ഈ തെറ്റ് വന്ന ആളുകളോടൊക്കെ എന്ത് ചെയ്തു, അവരുടെ ഡോക്യുമെൻ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സ്വന്തം പേരാണെന്ന് 2002 തെറ്റുന്നതിൻ്റെ ആ ഒരു രേഖ, ഫാദറിൻ്റെ പേരാണെങ്കിൽ ഫാദറിൻ്റെ പേരിൽ രേഖ, ഗ്രാൻഡ് ഫാദറിൻ്റെ പേര്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ രേഖ കൊടുന്നു. ഇത് രേഖ കൊണ്ടുവരുന്നത് ഒരു നല്ല പണിയായിരുന്നു. കാരണം നമുക്ക് പോയി കിട്ടൂല. കാരണം വീട്ടിൽ ചെന്നിട്ട് രേഖ ചോദിച്ചാൽ ആരും ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാവില്ല, ഒറിജിനൽ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് മെസ്സേജ് കൊടുക്കുക, മെസ്സേജ് ആദ്യം ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയും ആളുകൾ, ഇപ്പോൾ ഒരു 100 ആളെ പേര്, വീട്ടുപേരും ഉപ്പാൻ്റെ പേര് എഴുതിയിട്ട് ഒരു മെസ്സേജ് ഉണ്ടാക്കിയിട്ട് അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും പാർട്ടിക്കാർ വഴിയൊക്കെ നമ്മൾ ഇത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യും, എൻ്റെ പേര് ഇതിലുണ്ട്, ലിസ്റ്റിലുണ്ട്, BLO എന്ന ലിസ്റ്റിലുണ്ട്, SSLC ബുക്കോ എൻ്റെ കോപ്പി ഉടനെ BLO ഒക്കെ എത്തിച്ചു കൊടുക്കണമെന്ന് അയാൾക്ക് മെസ്സേജ് കൊടുക്കും. അങ്ങനെ ഏകദേശം പിന്നെ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരെയും ഫോൺ നമ്പർ നമ്മളെ SIR ഫോമിലുണ്ടല്ലോ, ആ ഫോൺ നമ്പറിൽ അവർക്ക് വിളിച്ച് അവരെന്ത് ചെയ്യും, എത്തിച്ചു തരും. അല്ലാത്തവർ സ്കാൻ ചെയ്ത് വിട്ടരും, ഞാൻ നമ്മളെ പ്രിൻ്റ് എടുത്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഏകദേശം ആ പണി ക്ലിയർ ആയിട്ട് തീർന്നു. പക്ഷെ അത് തീരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവർക്കും വീണ്ടും എന്ത് ചെയ്തു, അവർക്ക് ഹിയറിംഗ് നോട്ടീസ് കൊടുക്കാനും ഹിയറിംഗ് നടത്താനും ഒക്കെ ഒന്ന് കേരളത്തിൽ വലിയൊരു പ്രയാസങ്ങളില്ലാതെ ഒക്കെ തീർന്നു. പക്ഷേ ഇവിടെ ഒരുപാട് പേർക്ക് ഹിയറിംഗ് വേണ്ടി വരുന്നു പറഞ്ഞെങ്കിലും പ്രശ്നം ഉണ്ടായില്ല. ഓൾമോസ്റ്റ് എല്ലാവരും കയറിപ്പോയി. ബംഗാളിലെയും ബീഹാറിലൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ധാരാളം പേരെ പുറത്തു പോയിട്ടുണ്ട്. പിന്നെ ആളുകൾ പല സ്ഥലത്തുനിന്ന് കേട്ടെന്ന് വെച്ചാൽ BLOമാരുമായിട്ട് വാക്കേറ്റുണ്ടായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് അങ്ങനെ വല്ല ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ വീട്ടിൽ വന്നിട്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ രക്ഷിതാക്കളും പിന്നെ സ്റ്റുഡൻസും ഒക്കെയാണ് എൻ്റെ വോട്ടർമാർ. അധ്യാപകനാണെന്നില്ല ഒന്ന്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പാർട്ടിക്കാരോടും ഒരേ അകലം. ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എൻ്റെ മോൻ്റെ വോട്ട് ചേർക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ SSLC ബുക്കും ഇത് ഫോട്ടോ കൊടുത്തു വിട്ടാൽ മതി, ഞാൻ കയറ്റിക്കോളാം എന്ന് പറയും. ഏത് പാർട്ടിക്കാരാണെങ്കിലും എന്ത് ചെയ്യും, ആരും അക്ഷയ്ക്ക് വിടൂല. അവർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ട് 10 രൂപ കൊല്ലമായിട്ടുണ്ട്. ഇത് മാനുവലായിട്ട് ചെയ്യുന്ന കാലം മുതൽ നമ്മൾ ആപ്പ് വരുന്നതിന് മുമ്പ് സൈറ്റിൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതേപോലെ SIRമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് പൊതുവേ ഒരാളും ഒരു ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വന്നിട്ടില്ല. എന്നാൽ തൊട്ടടുത്തുള്ള ബൂത്തുകളിലൊക്കെ പല ബൂത്തുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഈ താമസം മാറിയ ആളുകളുടെ ഫോമിനും ഒക്കെ വേണ്ടിയിട്ട് പലരും വന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല ഫോമുകളും നഷ്ടപ്പെട്ടതായിട്ടും BLOമാരെ കൊടുക്കാത്തതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായോ നിങ്ങൾക്ക്? ആ ഫോം BLOമാരെ നഷ്ടപ്പെടാറുണ്ടാൽ എൻ്റെ തൊട്ടടുത്ത ബൂത്തിലൊരു BLO, എൻ്റെ തൊട്ട ബൂത്താണ്, എൻ്റെ സ്കൂളിൽ തന്നെയാണ് ബൂത്ത്. അപ്പോൾ അവർ ഈ പറഞ്ഞ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം താമസമാർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ ഫോം മാത്രം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ഫയലിൽ വെച്ചു. അതൊരു 40-45 പേരുണ്ട്. കല്യാണം കഴിഞ്ഞ് പോയവരും താമസം മാറിപ്പോയവരും ഒരിക്കലും കൊടുക്കണ്ടാത്ത ഫോമാണത്. കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഇടയിൽ നിന്ന് കാണാത്ത വിധത്തിലുള്ള മാറ്റി വെച്ചൊരു ഫയലിലിട്ട് ഒട്ടിച്ച് വെച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, ഇവർ ഇത് പോണ വഴിയിൽ വരുന്ന ഫയലിനെ വീണുപോയി, വൈക്കുമെന്ന് വീണുപോയി. അങ്ങനെ ഞാനൊരു വീട്ടിൽ ഫോം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ എൻ്റെ വണ്ടിൻ്റെ പിന്നിൽ വന്ന് കരഞ്ഞു വന്നു, മാഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഫയൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൽ 40-ലധികം ഫോമുകളുണ്ട്, ഇനി എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ പെട്ടെന്നൊരു പരിഹാരം എന്താ പറഞ്ഞു കൊടുക്കാമെന്ന് ഞാനും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം അവനെ ഓടിയതിലേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇത് റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ചാനലിൽ വരും,
കാരണം ഇതിപ്പോൾ പിന്നെ വിവാദ വിഷയമാകും. ഒരു BLO ഫോം പരസ്യമായിട്ട് വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാർത്തയിൽ വരും. അപ്പോൾ നിങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ അപ്പം തന്നെ രേഖാമൂലം എഴുതി കൊടുത്തു. വില്ലേജ് ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്തു, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലിൽ നിന്ന് ഇത്രയും ഫോമുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അറിയുന്നുണ്ടെങ്കിൽ പേരും കുട്ടി എഴുതാവണം. ആ പേരൊക്കെ എഴുതി കൊടുത്തു. അത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്തു, ഒരു ഓട്ടോറിക്ഷക്കാരനെ കിട്ടി. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ആൾ എന്ത് ചെയ്തു, നേരെ കൊടുന്ന് ഇവരെ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. വീട്ടിലെ വില്ലേജിലൊക്കെ എത്തിച്ചു കൊടുത്തു. അങ്ങനെ സാധനം കിട്ടുകയും ചെയ്തു. ഇത് ഫോം നഷ്ടപ്പെട്ട ഫോമുകൾ കിട്ടും, പക്ഷേ കൂട്ടത്തോടെ നഷ്ടപ്പെടുമ്പോൾ BLOമാർക്ക് പ്രയാസമാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അഥവാ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ ആദ്യം പറഞ്ഞതിന് വ്യത്യസ്തമായി ജനവികാരം മാനിച്ചും പിന്നെ പ്രതിഷേധം വരുമ്പോൾ കുറേ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല വിഷയങ്ങളും നിങ്ങളെ വിളിച്ച് നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് നൽകിയ ഏതെങ്കിലും വിഷയം അത് സ്വീകരിച്ചിട്ട് അതനുസരിച്ചുള്ള വല്ല നടപടികൾ ഉണ്ടായതായിട്ട് ഓർമ്മ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവം? നമ്മൾ ആര് എന്ത് സംശയം ചോദിച്ചാലും ഇതേപോലത്തെ പ്രശ്നങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു, മേലക്ക് കൊടുക്കും. അപ്പോൾ ഒന്ന് പ്രവാസികളെ വിഷയം, നമ്മൾ പുതിയ അപേക്ഷ സമയത്ത് പിന്നെ ഫോം 6 ചെയ്യാനുള്ള പ്രയാസം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മേലക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. അപ്പോൾ ചിലതൊക്കെ അവർ കുറച്ച് കഴിയുമ്പോഴെങ്കിലും സൈറ്റിൽ അപ്ഡേഷൻ വന്ന് മാറ്റം വരുത്തിയിട്ടെന്ന് അറിയുന്നത്. പിന്നെ പ്രവാസികൾ ശരിക്കും നന്നായിട്ട് ടെൻഷനിലായിരുന്നല്ലോ വിഷയത്തിൽ. അപ്പോൾ ഈ പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ അന്വേഷിച്ചിരുന്നു. 6 പലതും അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ. ഈ വിഷയങ്ങൾ പിന്നെ പരിഹരിക്കപ്പെട്ടോ? പിന്നീട് 6 ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ വിഷയങ്ങൾ അന്ന് പിന്നെ പ്ലേസ് ഓഫ് ബർത്തിൻ്റെത് വിദേശത്ത് ജനിച്ചവർക്കൊരു വിഷയം ഉണ്ടായിരുന്നു. വിദേശ രാജ്യം സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ അവസാനം പരിഹരിച്ചു. ലോകത്തെ എല്ലാ രാജ്യങ്ങളും എംബസി എല്ലാ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സൈറ്റിൽ അപ്ഡേഷൻ വന്നിരുന്നു ലാസ്റ്റ് വെച്ച്. ഈ വോട്ടർ പട്ടിക ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ SIR നടത്തിയത്. ശരിക്കും ഈ SIR കൊണ്ട് വോട്ടർ പട്ടിക ക്ലീൻ ആയി എന്ന് പറയാൻ കഴിയുമോ? എനിക്ക് പറയാൻ കഴിയും, എൻ്റെ വോട്ടർ പട്ടിക ക്ലിയർ ആയി. പക്ഷേ എല്ലാ BLOമാർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ തന്നെ എല്ലാം കഴിഞ്ഞ് ഫൈനൽ റോൾ കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഒരു വീട്ടുകാർ മൊത്തം ഞാൻ എന്ത് ചെയ്തിരുന്നു, എൻ്റെ തൊട്ട ബൂത്തിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ ഈ ബൂത്ത് വിഭജനം എൻ്റെ കൂട്ടത്തിൽ നടന്നല്ലോ. ആ സമയത്ത് മാറി വന്ന ഒരു വീട്ടുകാരുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ എല്ലാവരും മാറ്റിയപ്പോൾ വീട്ടിലൊരു കുട്ടി ഇതിൽ ബാക്കിയായിരുന്നു. ആ കുട്ടിൻ്റെ ഇതിലുണ്ടെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് 2 വോട്ടുണ്ടായിരുന്നു. അത് SIRന് ശേഷം കൊടുത്ത അപേക്ഷ 2 വോട്ടുണ്ടായിരുന്നു. ഞാൻ ഫോം 7 ചെയ്തിട്ട് പോലും എപ്പോഴും വീട്ടിലെപ്പോൾ ഇത് കിടക്കണ്ടേ. അപ്പോൾ വ്യാപകമായിട്ട് പല ആളുകൾക്കും അങ്ങനെ ഇരട്ട വോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 സ്ഥലത്ത് ആളുകൾ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ 2 SIR ഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 വോട്ട് ഉണ്ടാവും. കാരണം അതിൻ്റെ പരിഹാരം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ആധാർ ലിങ്ക് ചെയ്യാണ്. ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു SIRൻ്റെ ആവശ്യമില്ല, അതോടെ പട്ടിക ക്ലിയർ ആവും. പക്ഷേ അതിന് ഇതുവരെ കോടതി ഒരു തടസ്സം ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ ആധാർ നിർബന്ധമാക്കരുത് എന്നൊരു കോടതി വിധിയുണ്ട്. അത് പ്രകാരം ഇപ്പോഴും ആധാർ നിർബന്ധമാക്കിയിട്ടില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പലരെയും അനുമോദിച്ചിരുന്നു. നിങ്ങൾക്ക് അനുമോദനം കിട്ടിയോ? അതെ, ഇലക്ഷൻ കമ്മീഷന് ആകെ BLOമാർക്ക് കിട്ടിയ പ്രതിഫലം ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു അപ്രീഷിയേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ താലൂക്കിലും ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാറും വിളിച്ച് വരുത്തി എല്ലാ BLOമാർക്കും വിതരണം ചെയ്തിരുന്നു. റെമ്യൂണറേഷൻ കിട്ടിയില്ല. അല്ല, ആദ്യം പറഞ്ഞത് അത് പൊതുവേ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ ഞങ്ങൾക്ക് വർഷത്തിൽ ഞാനിപ്പോൾ ഈ BLO ഡ്യൂട്ടിക്ക് വന്ന കാലത്ത് ഒരു വർഷം 3000 രൂപ കിട്ടിയിരുന്നത്. പിന്നെ അത് 6000 1200 രൂപ ടെലിഫോൺ ചാർജും 7200 ആക്കി. ഇപ്പോൾ ഈ SIRൻ്റെ തൊട്ട് മുമ്പ് അത് 12000 ആക്കി. അതാണ് BLOക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നത് വെച്ചാൽ 1000 രൂപ, മാസത്തിൽ 1000 രൂപ കിട്ടും. അത് SIR ആണെങ്കിലും അല്ലെങ്കിലും ഒരു വർക്കും ഇല്ലെങ്കിലും അത് 12000 കിട്ടും. അത് കിട്ടണമെങ്കിൽ കൊല്ലാവസാനം ജനാധിപത്യ രാജ്യത്തുള്ള ഒരു സർക്കാർ ജീവനക്കാരുടെ സേവനം എന്നുള്ളത്. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഡ്യൂട്ടി ലീവ് കിട്ടിയിട്ടുണ്ട്. ആ ഡ്യൂട്ടി ലീവ് സ്കൂളിൽ പോകാതെയുള്ള നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇതേ ഡ്യൂട്ടി ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ ഡ്യൂട്ടികൾ ചെയ്യുന്ന എല്ലാവർക്കും പ്രതിഫലം കൃത്യമായിട്ട് സമയത്ത് കൊടുക്കണ്ടേ. പക്ഷേ BLOമാരുടെ മാത്രമല്ല പ്രതിഷേധമുണ്ട്, പത്രങ്ങളിലുമൊക്കെ വരുന്നുണ്ട്. സ്ഥിരം ഓഫീസർമാർ സ്ഥിരമായിട്ട് ജോലിക്കില്ല. ഇപ്പം ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു കഴിഞ്ഞ ബൈ ഇലക്ഷൻ നിലമ്പൂർ. ബൈ ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടി എനിക്ക്. BLO ഒക്കെ അവിടെ ആയതുകൊണ്ട് കിട്ടിയിരുന്നു. അത് 3 മണിയാകുമ്പോൾ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയി. 3200 റുപ്പി പോളിംഗ് ഓഫീസർക്കും പ്രിസൈഡിംഗ് ഓഫീസർക്കും 3600 3 മണിയാകുമ്പോൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. അപ്പോൾ അതാണ് ഇലക്ഷൻ രീതി അങ്ങനെയാണ്. ഇലക്ഷൻ്റെ പൈസ അപ്പം തന്നെ ഒരു സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് NSS വളണ്ടിയർമാർ വരും. അവർക്ക് വരെ 3000 രൂപ പോലീസുകാർ കൊടുന്നു കൊടുക്കുന്നുണ്ട്. 3000 രൂപ വരെ കയ്യിൽ കൊടുന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളന്ന് ബൂത്തിൽ രാവിലെ മുതൽ ഇരുന്നു. ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അവിടെ. ഞങ്ങൾക്ക് 900 രൂപ എന്ന് പറഞ്ഞിരുന്നു. ആ പൈസ കിട്ടിയിട്ടില്ല. ഒരു പൈസയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൈസയും കിട്ടിയിട്ടില്ല.
SIR-മായി ബന്ധപ്പെട്ട പൈസയും കിട്ടിയിട്ടില്ല, വർഷത്തിൽ കിട്ടേണ്ട വാർഷിക റെമ്യൂണറേഷനും കിട്ടിയിട്ടില്ല. എന്തായാലും ധാരാളം പേർക്ക് സംശയ നിവാരണം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അതെ, അല്ലേ ആ കാലങ്ങളിൽ. പിന്നെ SIR കഴിഞ്ഞു, വോട്ടർ പട്ടിക വന്നു, ഇലക്ഷനും കഴിഞ്ഞു. ഇലക്ഷൻ സമയത്ത് വല്ല കോളോ വല്ല വിഷയങ്ങളോ വന്നിരുന്നോ? ഈ പുതിയ പട്ടികയിൽ പേരില്ലാത്തതിൻ്റെ പേരിലോ അങ്ങനെയൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ബാക്കി ഞാൻ ഇലക്ഷൻ്റെ അന്ന് അത്ര ജാഗ്രത ഇല്ലാത്ത ആളുകൾ ഇല്ലയെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? ഇലക്ഷൻ സമയത്ത് വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ബൂത്ത് വിഭജനം നടന്നു. ബൂത്ത് വിഭജനം നടന്നത് കൃത്യമായി SIR-യുടെ തൊട്ട് മുമ്പ് ഞങ്ങളെ ഉണ്ടാക്കി കൊടുത്തൊരു പട്ടികയാണ്. അപ്പോൾ ഇന്ന ബൂത്തിൽ നിന്ന് ഇന്ന ഭാഗത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ കൃത്യമായി സീരിയൽ നമ്പർ നമ്മൾ എഴുതി കൊടുത്താൽ ആ സീരിയൽ നമ്പറാണ് മാറ്റേണ്ടത്. അത് SIR-ൻ്റെ ഫോം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് ഇത് ചെയ്തു. അത് ചെയ്തത് ആർക്കോ കോൺടാക്റ്റ് കൊടുത്തിട്ട് ഒന്നിച്ച് അടിച്ച് കയറ്റിയതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറും അതിൻ്റെ അടുത്ത നമ്പറും ഒക്കെ അടിച്ച് കയറ്റി പല വോട്ടുകളും എന്ത് ചെയ്തു, തൊട്ടടുത്ത കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ബൂത്തുകളൊക്കെ വന്നു. അപ്പോൾ കുറേ ആളുകൾ കണ്ടെത്തി നേരത്തെ തന്നെ. കാരണം SIR-ൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ അവരെ ബൂത്ത് ഇന്ന സ്ഥലത്താണെന്ന് കണ്ടെത്താത്ത ആളുകൾ പലരും ഉണ്ടായിരുന്നു. അവർ ഈ ഇലക്ഷൻ്റെ സമയത്ത് വന്ന് അവരെ ഒറിജിനൽ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവർക്ക് വോട്ടില്ല. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ബൂത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു. അപ്പോൾ ഇവിടെ വോട്ടില്ല, ഞങ്ങൾക്ക് വോട്ട് അവിടെ ഉണ്ടോ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അവൻ മാറി വന്നതാണ്. അങ്ങനെ വന്ന കുറേ കേസുകളുണ്ടായിരുന്നു. ബൂത്ത് മാറി വന്നത് അവരെ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കുറേ നമ്മൾ മാറ്റി തന്നു. അതെന്നുവെച്ചാൽ ബംഗാളിലാണ്, ബീഹാറിലാണെന്ന് എൻ്റെ ഓർമ്മ. അതായത് രാവിലെ വോട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് വോട്ട് പോയതൊക്കെ പലരും അറിയുന്നത്. വെട്ടുകൾ അങ്ങനത്തെ ഒരു വിഷയം കേരളത്തിൽ വന്നിട്ടില്ല. അങ്ങനെ വരുന്ന പറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു കേരളത്തിൽ കുറച്ചും കൂടി പിന്നെ ആളുകൾ ജാഗ്രത ഉണ്ടായിരുന്നു. വാർത്ത നമ്മളെവിടെയും കേട്ടിട്ടില്ലല്ലോ, വോട്ട് ചെയ്യാൻ വന്ന ഒരാൾക്ക് വോട്ടില്ല എന്നുള്ളൊരു വാർത്ത കേരളത്തിൽ എവിടെയും കണ്ടു. മാത്രമല്ല പിന്നെ ന്യൂനപക്ഷങ്ങളുള്ള ഏരിയകളിലൊക്കെ അത്യാവശ്യം എല്ലാവരും ഫോം ഫില്ല് ചെയ്തു, പുതിയ വോട്ടുകളൊക്കെ വൃത്തി കയറ്റി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. എന്തായാലും ജീവിതത്തിലൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അല്ലേ ആ ഒരു 2 മാസം. തീർച്ചയായിട്ടും. എന്തായാലും ഇനിയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇത്തരം സേവനങ്ങൾ തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പീസ് റേഡിയോയുടെ ഈ ഒരു പ്രത്യേക സവിശേഷം പ്രോഗ്രാമിൽ വന്നതിന് പീസ് റേഡിയോ ടീമിന് നന്ദി അറിയിക്കുന്നു. പീസ് റേഡിയോ സവിശേഷത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.